നമസ്കാരം. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് വീണ്ടും കുരുക്കുമുറുകുന്നു. വീണ വിജയനും CMRലും തമ്മിൽ നടന്നിരുന്നു എന്ന് പറയപ്പെടുന്ന അനധികൃതമായ ഇടപാടുകളിൽ, അതായത് യാതൊരു തരത്തിലുള്ള സേവനവും നൽകാതെ CMRലിൽ നിന്നും 1,72,00,000 രൂപ മാസപ്പടി വാങ്ങി എന്നുള്ള ഒരു കേസ്, കൂടാതെ എൻപവർ ഇന്ത്യ എന്ന CMRലിന്റെ മറ്റൊരു അനുബന്ധ കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ വീണ വിജയൻ കടമായി വാങ്ങിയിരുന്നു എന്നുള്ള മറ്റൊരു കേസ്. ഈ വിഷയത്തിൽ നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊച്ചിയിലെ ED കോടതിയിൽ സമർപ്പിക്കുകയും അതിന് അനുബന്ധമായി വീണ വിജയനും CMRലും തമ്മിൽ 2016 നടന്നിരുന്ന കരാർ, അതുപോലെ വീണ വിജയന്റെ എക്സാലോജിക്കും CMRL എന്ന കമ്പനിയുമായി 2017 നടന്ന കരാർ, വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്നുള്ള IT റിട്ടേൺസ് എന്നിങ്ങനെ വിവിധ രേഖകൾ അടങ്ങുന്ന SFIO സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനി കാര്യ കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഇന്നലെ ED അപേക്ഷ നൽകിയിരിക്കുന്നു, ഇവ ലഭ്യമാകുന്നതിന് വേണ്ടി. അങ്ങനെയെങ്കിൽ അവ കൂടി ചേർത്ത് വച്ചിട്ടായിരിക്കും വീണ വിജയനെ വീണ്ടും ED ചോദ്യം ചെയ്യുക എന്നുള്ള വിവരങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 54 വോള്യങ്ങളിലായി 134 തെളിവുകളാണ് അന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കമ്പനികാര്യ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അനുബന്ധ രേഖകൾ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ED അപേക്ഷ നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ആ രേഖകൾ കൂടി ലഭ്യമായതിനു ശേഷം വീണ വിജയനിലേക്ക് കൂടുതൽ കാര്യക്ഷമമായ ചോദ്യം ചെയ്യലിനായിരിക്കും ED എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ച മുൻ മുഖ്യമന്ത്രിയായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ ED 8.5 മണിക്കൂർ നേരം നീണ്ട റെയ്ഡ് നടത്തുകയും വീണ വിജയന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം, ബാങ്ക് പാസ്ബുക്കും അവരുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള വലിയ രേഖകൾ, നിർണായകമായ രേഖകൾ കണ്ടുകെട്ടുകയുണ്ടായി. ഏതാണ്ട് 18 കോടി രൂപയോളം ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്ന വീണയുടെ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വീണ്ടും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച അനുബന്ധ രേഖകൾ 134 അനുബന്ധ രേഖകളുമായി അത് ആവശ്യപ്പെട്ടുകൊണ്ട് ആ രേഖകൾ ലഭ്യമാക്കിയതിനു ശേഷം വീണ്ടും വീണ വിജയനിലേക്ക് അന്വേഷണവുമായി എത്തുന്ന ED അക്ഷരാർത്ഥത്തിൽ വീണ വിജയനെ കുരുക്കിലാക്കുന്നത് തന്നെയായിരിക്കും. 134 തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് വീണ വിജയനോട് ED ചോദ്യങ്ങൾ നടത്തുമ്പോൾ, ഈ ചോദ്യങ്ങൾക്കൊക്കെയും തൃപ്തികരമായ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ, നിയമത്തിന്റെ യാതൊരു തരത്തിലുള്ള സംശയത്തിന് ആനുകൂല്യം നൽകാത്ത മറുപടികൾ വീണ വിജയന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടാകും. വീണ വിജയനെ അറസ്റ്റ് രേഖപ്പെടുത്തുവാൻ വേണ്ടി ED ശുപാർശ ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. വീണ വിജയൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുരുക്ഷേത്രത്തിൽ പഞ്ചാഗ്നി മധ്യത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും അവർക്ക് പിടിവീഴും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വീണ വിജയൻ താമസിക്കുന്ന വീട് റെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച ED എത്തിയപ്പോൾ EDയുടെ റെയ്ഡ് നടക്കുന്ന സമയത്തിൽ CPM പ്രവർത്തകരും CPMന്റെ മുൻ മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ EDക്ക് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് നടുറോട്ടിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയും ED ഉദ്യോഗസ്ഥർ റെയ്ഡ് ചെയ്യുന്ന അവസരത്തിൽ പിണറായി വിജയന്റെ വീടിനകത്തേക്ക് ഹെൽമറ്റും വെള്ളം നിറച്ച കുപ്പികളും അതുപോലെ കമ്പും വടികളും എല്ലാം വലിച്ചെറിയുന്ന കാഴ്ചയും കണ്ടു. പിന്നീട് ED ഉദ്യോഗസ്ഥന്മാർ 8.5 മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷം വിലപ്പെട്ട രേഖകളുമായി മടങ്ങുമ്പോൾ റോഡിൽ തമ്പടിച്ചു കൂടിയിരുന്ന മുൻ CPMന്റെ മന്ത്രിമാരും അണികളും പ്രവർത്തകരും അടക്കമുള്ള വൻ ജനാവലി ED ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിച്ചിരുന്ന കാർ തല്ലിപ്പൊളിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അതിന് വധശ്രമത്തിന് കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഏതാണ്ട് 25ഓളം പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തിട്ടുള്ളതുമാകുന്നു. വീണ വിജയന് എതിരെയുള്ള, അതായത് CMRL ED എക്സാലോജിക് കേസുകളുടെ വിവാദം നടക്കുന്ന, അല്ലെങ്കിൽ വാദങ്ങൾ നടക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CMRL നൽകിയിരുന്ന ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയതോടുകൂടി EDയുടെ ഡയറക്ടറായ രാഹുൽ നവീൻ കൊച്ചിയിലെത്തുകയും ഹൈക്കോടതി വിധിക്ക് ശേഷം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സുമായി അതുപോലെ EDയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തുകയും തുടർന്നുള്ള നടപടികൾ എങ്ങനെയായിരിക്കണം എന്നുള്ള തീരുമാനമെടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ രേഖകൾ ലഭ്യമാകുന്ന അടിസ്ഥാനത്തിൽ ഏതാണ്ട് 334
ക്ഷമിക്കണം, ഏതാണ്ട് 134 രേഖകൾ അടക്കമുള്ള ഇത്തരം നിർണായകമായ വിവരങ്ങൾ കിട്ടുമ്പോൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്താൽ തീർച്ചയായും വലിയ വലിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് പുറത്തു വരും. അങ്ങനെയെങ്കിൽ നേരായ രീതിയിലല്ല വീണ വിജയൻ CMRൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ളത് എന്നുള്ള ആരോപണത്തിന് ശക്തി പകരുന്ന രീതിയിലുള്ള എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വീണ വിജയൻ അറസ്റ്റിലായി കഴിഞ്ഞാൽ തീർച്ചയായും വീണ വിജയൻ സാമ്പത്തിക ഇടപാട് നടത്തിയ 2016, 2017 കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്നത് വീണ വിജയന്റെ അച്ഛൻ കൂടിയായ പിണറായി വിജയനായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനായിരുന്നു, പരിസ്ഥിതി വകുപ്പ് മന്ത്രി പിണറായി വിജയനായിരുന്നു എന്നതിനാൽ കരിമണൽ ഖനന കമ്പനിക്ക് വഴിവിട്ട സഹായം ലഭിക്കുന്നതിന് വേണ്ടി അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ മകളുടെ ഷെൽ കമ്പനികൾക്ക് കോഴ നൽകി എന്നുള്ള അടിസ്ഥാനത്തിൽ തീർച്ചയായും മാസപ്പടി വിവാദത്തിൽ വീണ വിജയൻ അറസ്റ്റിലാകുന്നതോടുകൂടി പിണറായി വിജയനും കുരുക്കുമുറുകും. പിണറായി വിജയനും അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് ഈ കാര്യത്തിൽ നടക്കുക എന്നുള്ളത് കണ്ടറിയാം. എന്നാൽ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ മുഹൂർത്തങ്ങളാണ്. നിർണായകമായ രേഖകളുമായി ED വീണ വിജയനെ ചോദ്യം ചെയ്യാൻ അടുക്കുന്നു. ചോദ്യം ചെയ്യലിനൊടുവിൽ വീണ വിജയൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.